ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബീയിങ് ബിന്ധ്യ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ രാത്രി മഴയത്ത് ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നല്ലേ, ഇത് കുറേ കാലമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണ് കേട്ടോ. യെസ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫാമിലി ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇതിലെന്തത്ര ഇപ്പോൾ സന്തോഷിക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം കിച്ചു ഉണ്ടായതിനു ശേഷം ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല, സ്പെഷ്യലി രാത്രികളിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല, ആൻഡ് എല്ലാവരുടെയും ഒരേ സിറ്റുവേഷൻ ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ ജനറലി എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഒരാൾ അമ്മയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ഹാപ്പിനെസ് സാക്രിഫൈസ് ചെയ്യുന്നതാണോ അതോ ബാക്കിയുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്നെ കൂടെ അറിയിക്കൂ കേട്ടോ. എനിവേയ്സ്, ആസ് യൂഷ്വൽ കിച്ചു കാറി കയറിയതിന് ശേഷം ഉറങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ്. ദേ കണ്ടില്ലേ, ഏകാന്തതയുടെ അപാര തീരം നോക്കി കിടക്കുന്നത്. ഒരു ഗ്യാപ്പ് വീണുകൊണ്ടായിരിക്കും കേട്ടോ ഏത് റെസ്റ്റോറൻറ്റിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനും ഒരു ഡിസ്കഷനും ഒക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ പുതിയതായി ലോഞ്ച് ചെയ്തൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് കയറി. പക്ഷേ മെനു ഒന്നും ഞങ്ങൾക്ക് ആർക്കും അത്ര സാറ്റിസ്ഫൈങ് ആകാത്തതുകൊണ്ട് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതിവിടെ അത്യാവശ്യം പോപ്പുലറും നല്ല ഫുഡും നല്ലൊരു ആംബിയൻസും ഉള്ളൊരു ഹോട്ടലാണ്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി, ഇതവരുടെ ക്ലോസിങ് ടൈം ആയിപ്പോയി. അതുകൊണ്ട് തന്നെ റഷും വളരെ കുറവായിരുന്നു കേട്ടോ. കിച്ചുവിന് അവിടെ നിന്ന് ഒരു ക്രാഡിൽ പ്രൊവൈഡ് ചെയ്തപ്പോൾ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. എനിക്ക് പബ്ലിക് ക്രാഡിൽ ഇങ്ങനെ കിടത്താൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാനൊരു ടവൽ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടവൽ വിരിച്ചിട്ടാണ് കുഞ്ഞിനെ അതിൽ കിടത്തിയത്. കിച്ചു അതിൽ ജോളിയായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വളരെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല മഴയായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബ്രൂ കോഫിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു പ്രോൺസിൻ്റെ സ്റ്റാർട്ടർ പറഞ്ഞു. അത് അത്ര ടേസ്റ്റി ആയിട്ടൊന്നും ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ നല്ല ചൂട് കോഫിയും ആ സ്റ്റാർട്ടറൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിച്ചു പതുക്കെ കരയാൻ തുടങ്ങിയത്. എൻ്റെ അമ്മ ഇങ്ങനെ പറയൂ കേട്ടോ, അമ്മമാർ കഴിക്കാനിരിക്കുമ്പോൾ കുട്ടികൾ കരയുമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി. എന്തിനധികം പറയാൻ, നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചിൽ സൗണ്ട് പോലും എൻ്റെ പുത്രൻ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഫുഡ് എത്തിയല്ലോ. പൊറോട്ട, ബീഫ്, ചിക്കൻ, നെയ്മീൻ, അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. പിന്നെന്താ, ഞാൻ അവനെ എടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ശ്രമമാണ് ചെയ്യുന്നത്. പക്ഷെ ഒന്നും അങ്ങനെ സഫലമാവുന്നില്ലായിരുന്നു കേട്ടോ. കിച്ചു തോളത്തിരുന്നിട്ട് ഭയങ്കര അപ്സെറ്റായിരുന്നു. എന്തൊക്കെയോ സൗണ്ടാക്കി ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അവനെ എടുത്ത് പുറത്തോട്ടിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഒരുമിച്ച് ഡിന്നർ കഴിക്കണം എന്നുള്ള എൻ്റെ മോഹം അതോടുകൂടി ഇല്ലാണ്ടായി. അമ്മയും ചേട്ടനും കഴിച്ച് കൈ കഴുകി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത്. എന്നിട്ടെന്താ, അവൻ്റെ ബഹളം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുഡെല്ലാം പാഴ്സൽ ചെയ്ത് വീട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ടെങ്കിലും കിച്ചുൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ചേട്ടനും എൻ്റെ മദറിലോയൊക്കെ പറയുന്ന പോലെ ഇനി എന്നാ പറയാനാ, വാരിപ്പിറക്കി ഞാൻ വീട്ടിൽ പോയി. ബാക്കി അംഗം അവിടെ നകാന്ന് അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ സാധാരണ ഡിന്നർ കഴിക്കുന്ന പോലെ ഫുഡെല്ലാം എൻ്റെ പാത്രത്തിൽ വിളമ്പി അങ്ങോട്ട് കഴിച്ചു. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് ബീയിങ് ബിന്ധ്യ. ടാറ്റാ.